ശരിമുട്ടായിലേക്ക് സ്വാഗതം. ഞാനൊരു നടന്ന തമാശ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് KSRTC ബസ്സിലെ ഒരു യാത്ര ചെയ്തു. അപ്പം ഒരു സ്ത്രീ അവരുടെ ഒരു 12 വയസ്സുള്ളൊരു മോനുമായിട്ട് വന്ന് അവരൊരു സീറ്റിൽ അവനെ ഇരുത്തി കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞ് മനസ്സിലാക്കി. അവൻ്റെ കയ്യിലൊരു ബാഗും ഒക്കെ ഉണ്ട്, വെളി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ടാറ്റ പറഞ്ഞ് പോയി. തൃശ്ശൂർക്കുള്ള വണ്ടിയാണ്. ആ ബസ് ഇങ്ങനെ കുറേ ദൂരം പോയി, കുറച്ച് ആളിലൊക്കെ കയറി, കുറച്ച് ആൾ ഇറങ്ങി, അങ്ങനെ തിരക്ക് പിടിച്ച് തിരക്കായി, വണ്ടി നിറച്ചു ആളായി. അപ്പോൾ അതിനിടയ്ക്ക് അവന് കണ്ടക്ടർ അടുത്ത് വന്നപ്പോൾ കണ്ടക്ടറോട് ചോദിച്ചു, കൊല്ലമായോ? അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ആയിട്ടില്ല, കുറച്ച് താമസം എടുക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുറച്ച് നേരമായി, കുറച്ച് ആളിറങ്ങി കയറി. അപ്പം വീണ്ടും അവൻ ചോദിച്ചു, കണ്ടക്ടറോട് ചോദിച്ചു, കൊല്ലമായോ? അപ്പോൾ അയാൾ പറഞ്ഞ്, ആയില്ല, ആയിട്ടില്ല. വീണ്ടും കുറേ ദൂരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചെറുക്കനെ ചോദിച്ചു, കൊല്ലമായോ? അപ്പോൾ അയാൾ ദേഷ്യപ്പെട്ടു, ഇവ അണങ്ങിയിരി, കൊല്ലമാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറയും. എല്ലാം കഴിഞ്ഞ് ചെറുക്കൻ ഉണങ്ങിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോൾ കൊല്ലത്ത് വണ്ടി എത്തി. ആരും ശ്രദ്ധിച്ചില്ല, ആൾക്കാരെല്ലാം പോയി, പുതിയ ആൾക്കാരൊക്കെ കയറിയത്. വണ്ടി കുറച്ച് നേരം കൊല്ലം വിട്ട് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരാൾ അവിടെ നിന്ന് പറഞ്ഞത്, അമ്മത്തോട് പറഞ്ഞ്, ആ ചെറുക്കൻ കൊല്ലത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞതല്ലേ, കൊല്ലമായോ കൊല്ലമായോ എന്ന് ചോദിച്ചതല്ല. അപ്പോഴാണ് കണ്ടക്ടർ ഓർത്തത്. അപ്പം ഒരാൾ പറഞ്ഞു, അത് ശരിയാണോ, നിങ്ങൾ അവനെ വഴക്ക് പറഞ്ഞതല്ലേ, അവൻ ഉറങ്ങിപ്പോയല്ലേ, ഉറങ്ങുന്നുണ്ടല്ലേ അവിടെ ഇരുന്ന്, അവനെ തിരിച്ച് ബസ്സാപ്പിൽ തിരിച്ചു കൊണ്ടാക്കുക വണ്ടി, ചെറുക്കനല്ലേ. അപ്പോൾ കയറിയപ്പോൾ മുതൽ നിങ്ങളോട് ചോദിച്ചതല്ലേ കൊല്ലമായോ കൊല്ലമായോ, അപ്പോൾ നിങ്ങളെന്താ പറഞ്ഞു? അവൻ അവസാനം വഴക്ക് പറഞ്ഞു. ബസ്സിലെ ഒന്നടങ്കം ആൾക്കാരും അങ്ങ് എണീറ്റു, പ്രശ്നമായി. വണ്ടി അവസാനം കണ്ടക്ടർ ചെന്ന് ഡ്രൈവറെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അബദ്ധം പറ്റി, ആ പയ്യനെ കയറിയപ്പോൾ മുതൽ കൊല്ലം ചോദിച്ചാണ്, ഞാനവൻ വഴക്കം പറഞ്ഞു പോയി, അതുകൊണ്ട് വണ്ടി ഒന്ന് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ട് പോയാൽ തിരിച്ചു പോയാൽ മതിയല്ലോ. അങ്ങനെ കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും, ഡ്രൈവർ ദേഷ്യപ്പെട്ടു. എന്തായാലും അവർ വണ്ടി തിരിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് സ്റ്റാൻഡിൽ വന്ന് അപ്പം നല്ല തിരക്കുണ്ട്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉറങ്ങി കിടന്ന് ചെറുക്കനെ തട്ടിയെടുത്ത് ഡേ കൊല്ലമായി. അവൻ പെട്ടെന്ന് മുകളിൽ അവൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതെടുത്തു, അത് തുറന്നു. അതിൻ്റെ അകത്തുനിന്നൊരു പൊതിയെടുത്ത് അത് കുറച്ച് ഇഡ്ഡലി പൊതിഞ്ഞ ഒരു പൊതിയായിരുന്നു. ആ പൊതിയെടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. കണ്ടക്ടർ ചോദിച്ചു, ഇറങ്ങുന്നില്ലേ? ഇല്ല, കൊല്ലമാകുമ്പോഴേ ഇഡ്ഡലി കഴിക്കാമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അല്ലാതെ എനിക്ക് തൃശ്ശൂരല്ലേ പോകേണ്ടത്. കണ്ടക്ടർ നാട്ടുകാർ മൊത്തം കിളിക്കലായി. ഈ ഒരു തമാശ ഒരു നടന്ന തമാശയാണ്. അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. സന്തോഷം.